അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അറബിക് ഗ്രാമറിന്റെ 61-ാം ഭാഗത്തിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ഹാർദവമായ സ്വാഗതം. ലർഫു സമാനി വൽ മക്കാൻ, സ്ഥലകാല സൂചക നാമം. ലർഫു സമാനി വൽ മക്കാനി, സ്ഥലകാല സൂചക നാമം. അൽ-ലർഫു സമാൻ ഇസ്മുൻ മൻസൂബുൻ യുബയ്യിനു അസ്സമന അല്ലദീ ഹസ്വല ഫീഹിൽ ഫിഅലു. ലർഫു സമാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പ്രവൃത്തി നടന്ന കാലം വ്യക്തമാക്കുന്ന മൻസൂബായ നാമമാണ് ലർഫു സമാൻ. ഒരു ക്രിയ നടന്ന കാലം വ്യക്തമാക്കുന്ന മൻസൂബായ നാമമാണ് ലർഫു സമാൻ. അൽ-ലർഫു സമാനി, ലർഫു സമാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇസ്മുൻ മൻസൂബുൻ, നസ്ബ് നൽകപ്പെട്ട നാമമാണ്, മൻസൂബായ നാമമാണ്. യുബയ്യിനു അസ്സമന അല്ലദീ ഹസ്വല ഫീഹിൽ ഫിഅലു, ഒരു പ്രവൃത്തി നടന്ന കാലം വ്യക്തമാക്കുന്ന മൻസൂബായ നാമമാണ് ലർഫു സമാൻ. 5 ഉദാഹരണങ്ങൾ ഉണ്ട്, നമുക്ക് പരിശോധിക്കാം. മകസ്തു ബിൽ ഇസ്കന്ദരിയത്തി ഷഹ്റൻ. മകസ്തു ബിൽ ഇസ്കന്ദരിയത്തി ഷഹ്റൻ. മകസ്തു ഞാൻ താമസിച്ചു, ബിൽ ഇസ്കന്ദരിയത്തി അലക്സാൻഡ്രിയയിൽ, ഷഹ്റൻ ഒരു മാസക്കാലം. ഒരു മാസം ഞാൻ അലക്സാൻഡ്രിയയിൽ താമസിച്ചു. മകസ്തു ബിൽ ഇസ്കന്ദരിയത്തി, അലക്സാൻഡ്രിയയിൽ ഞാൻ താമസിച്ചു. ഷഹ്റൻ ഒരു മാസക്കാലം, ആ കാലത്തെ വിവരിക്കുന്നു ആ ഷഹ്റൻ എന്ന പദം. ശരിബ അൽ മരീദു അദ്ദവാഅ സ്വബാഹൻ. ശരിബൽ മരീദു അദ്ദവാഅ സ്വബാഹൻ, ശരിബ കുടിച്ചു, അൽ മരീദു രോഗി, അദ്ദവാഅ മരുന്ന്, സ്വബാഹൻ പ്രഭാതത്തിൽ രാവിലെ. ശരിബൽ മരീദു അദ്ദവാഅ സ്വബാഹൻ, രോഗി പ്രഭാതത്തിൽ മരുന്ന് കുടിച്ചു. രോഗി മരുന്ന് കുടിച്ച ആ സമയം, ആ കാലത്തെയാണ് സ്വബാഹൻ എന്ന പദം വ്യക്തമാക്കുന്നത്. സ്വബാഹൻ, സ്വബാഹൻ എന്ന പദമാണ് ലർഫു സമാൻ. 1-ാം ഉദാഹരണത്തിലെ ഷഹ്റൻ എന്ന പദമാണ് ലർഫു സമാൻ. 3-ാം ഉദാഹരണം ജലസ്തു മാ സ്വദീഖി, ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ കൂടെ ഇരുന്നു. ജലസ്തു ഞാൻ ഇരുന്നു, മാ കൂടെ, സ്വദീഖി എൻ്റെ കൂട്ടുകാരൻ്റെ, ലഹ്ലത്തൻ ഒരു നിമിഷം. ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ കൂടെ ഒരു നിമിഷം ഇരുന്നു, ലഹ്ലത്തൻ ഒരു നിമിഷം എന്ന ആ കാലമാണ് വിവരിക്കുന്നത്, വ്യക്തമാക്കുന്നത്. തൂഖദു അൽ മസാബീഹു ലൈലൻ. തൂഖദു കത്തിക്കപ്പെടുന്നു, അൽ മസാബീഹു വിളക്കുകൾ, ലൈലൻ രാത്രി. വിളക്കുകൾ രാത്രി കത്തിക്കപ്പെടുന്നു. വിളക്കുകൾ കത്തിക്കപ്പെടുന്നു ഏത് കാലത്ത്, ഏത് സമയത്ത്? ലൈലൻ രാത്രിയിൽ. ലൈലൻ എന്ന പദമാണ് ലർഫു സമാൻ. ഒരു പ്രവൃത്തി നടന്ന കാലം വ്യക്തമാക്കുന്ന മൻസൂബായ നാമമാണ് ലർഫു സമാൻ. ലൈലൻ അതിന്റെ അവസാനത്തിൽ മൻസൂബാണ്. ലഹ്ലത്തൻ അന്ത്യത്തിൽ മൻസൂബാണ്. സ്വബാഹൻ, ഹെൻ എന്നുള്ളത് നസ്ബ് നൽകപ്പെട്ടതാണ്. ഷഹ്റൻ റോയിന് മൻസൂബാണ്, നസ്ബാണ് നൽകിയിരിക്കുന്നത്. ഷഹ്റൻ, സ്വബാഹൻ, ലഹ്ലത്തൻ, ലൈലൻ. 5-ാം ഉദാഹരണം തജ്മഉ നംലത്തു ഖൂതഹ സ്വൈഫൻ. തജ്മഉ ഒരുമിച്ച് കൂട്ടുന്നു, ശേഖരിക്കുന്നു, അന്നംലത്തു ഉറുമ്പ്, ഖൂതഹ അവളുടെ ഭക്ഷണം, സൈഫൻ വേനൽക്കാലത്ത്. തജ്മഉ നംലത്തു ഖൂതഹ സൈഫൻ, ഉറുമ്പ് അവളുടെ ഭക്ഷണം വേനൽക്കാലത്ത് ശേഖരിക്കുന്നു, സമാഹരിക്കുന്നു. സൈഫൻ എപ്പോഴാണ് ആ പ്രവൃത്തി നടന്നത്? വേനൽക്കാലത്താണ് നടക്കുന്നത്. പ്രവൃത്തി നടന്ന കാലം വ്യക്തമാക്കുന്ന മൻസൂബായ നാമമാണ് ലർഫു സമാൻ. ഈ ഉദാഹരണങ്ങളിൽ അടിവരയിട്ട ഷഹ്റൻ, സ്വബാഹൻ, ലഹ്ലത്തൻ, ലൈലൻ, സൈഫൻ ഈ പദങ്ങളെല്ലാമാണ് ലർഫു സമാൻ. ഇത്തരത്തിലുള്ള പദങ്ങൾ ആഴ്ച, മാസം, രാവിലെ, പകല്, രാത്രി, നിമിഷം, അങ്ങനെയുള്ള ഓരോ സമയം, ആ കാലത്തെ വ്യക്തമാക്കുന്ന മൻസൂബായ നാമമാണ് ലർഫു സമാൻ.
ഇതിന് മഫൂലുൻ ഫീഹി എന്നും ഇതിന് പേരുണ്ട്. മഫൂലുൻ ഫീഹി. ലർഫുൽ മക്കാൻ. ലർഫുൽ മക്കാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇസ്മുൻ മൻസൂബുൻ നസ്ബ് ചെയ്യപ്പെട്ട ഇസ്മാണ് യുബയ്യിനുൽ മക്കാനല്ലദീ ഹസല ഫീഹിൽ ഫിഅലു. ഒരു പ്രവൃത്തി നടന്ന സ്ഥലം വ്യക്തമാക്കുന്ന മൻസൂബായ നാമമാണ് ലർഫുൽ മക്കാൻ. ലർഫുൽ മക്കാൻ എന്നാൽ ഒരു പ്രവൃത്തി നടന്ന സ്ഥലം വ്യക്തമാക്കുന്ന നസ്ബ് ചെയ്യപ്പെട്ട നാമമാണ് ലർഫുൽ മക്കാൻ. 5 ഉദാഹരണങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. വഖഫ്തു അമാമൽ മിർആത്തി. കണ്ണാടിക്ക് മുന്നിൽ ഞാൻ നിന്നു. വഖഫ്തു ഞാൻ നിന്നു. അമാമൽ മുന്നിൽ, മിർആത്തി കണ്ണാടിക്ക്. ഞാൻ എവിടെയാണ് നിന്നത്? ആ സ്ഥലം വ്യക്തമാക്കുന്ന പദം അമാമ എന്ന പദമാണ്. ഈ വാചകത്തിൽ അടിവരയിട്ട അമാമ എന്ന പദമാണ് ലർഫുൽ മക്കാൻ. 7. ജലസത്തിൽ ഹിർറത്തു തഹ്തൽ മാഇദത്തി. തീന്മേശയ്ക്ക് താഴെ പൂച്ച ഇരുന്നു. ജലസത്തിൽ ഹിർറത്തു പൂച്ച ഇരുന്നു. തഹ്ത താഴെ, മാഇദത്തി തീന്മേശ. താഴെ എന്നുള്ള പദം തഹ്ത എന്ന പദമാണ് ഇതിൽ ലർഫുൽ മക്കാൻ. എവിടെയാണ് ഇരുന്നത്? ആ സ്ഥലത്തെ വ്യക്തമാക്കുന്ന പദം താഴെ. നാമൽ കൽബു ഖൽഫൽ ബാബി. വാതിലിന് പിന്നിൽ നായ ഉറങ്ങി. നാമൽ കൽബു നായ ഉറങ്ങി. ഖൽഫ പിന്നിൽ, ബാക്കിൽ, ബാബ് വാതിൽ. എവിടെ എന്ന ആ സ്ഥലത്തെ വ്യക്തമാക്കുന്ന പദം ഇതിലേതാണ്? ഖൽഫ എന്നുള്ളതാണ്. നാമൽ കൽബു ഖൽഫൽ ബാബി. യസിബുൽ ലിസു ഫൗക സൂരി. മതിലിന് മുകളിൽ കള്ളൻ ചാടിക്കയറുന്നു. യസിബു കള്ളൻ ചാടുന്നു. യസിബു അല്ലിസു ലിസ് കള്ളൻ. യസിബുൽ ലിസു കള്ളൻ ചാടുന്നു. ഫൗക സൂരി മതിലിന് മുകളിൽ. ഫൗക മുകളിൽ മൻസൂബാണ്. ഖൽഫ മൻസൂബാണ്. തഹ്ത തായിന് നസ്ബാണ്, മൻസൂബാണ്. അമാമ മൻസൂബാണ്. ജറ അലിയുൻ മീലൻ. അലി ഒരു മൈൽ ഓടി. മീലൻ ഒരു മൈൽ. ഇത്തരത്തിൽ ഒരു പ്രവൃത്തി നടന്ന സ്ഥലം വ്യക്തമാക്കുന്ന നസ്ബ് ചെയ്യപ്പെട്ട നാമമാണ് ലർഫുൽ മക്കാൻ. പ്രവൃത്തി നടന്ന സ്ഥലം വ്യക്തമാക്കുന്ന മൻസൂബായ നാമമാണ് ലർഫുൽ മക്കാൻ. മുകളിൽ, താഴെ, പിന്നിൽ, മുമ്പിൽ അങ്ങനെയുള്ള പദങ്ങളെല്ലാം. ഇതിന് മഫ്ഊലു ഫീഹി എന്നും പേരുണ്ട്. അൽ-ലർഫു സമാൻ ഇസ്മുൻ മൻസൂബുൻ യുബയ്യിനു അസ്സമന അല്ലദീ ഹസല ഫീഹിൽ ഫിഅലു. ഒരു പ്രവൃത്തി നടന്ന കാലം വ്യക്തമാക്കുന്ന മൻസൂബായ നാമമാണ് ലർഫു സമാൻ. ലർഫുൽ മക്കാൻ ഇസ്മുൻ മൻസൂബുൻ യുബയ്യിനു അൽ മക്കാൻ അല്ലദീ ഹസല ഫീഹിൽ ഫിഅലു. ഒരു പ്രവൃത്തി നടന്ന സ്ഥലം വ്യക്തമാക്കുന്ന മൻസൂബായ നാമമാണ് ലർഫുൽ മക്കാൻ. ഇവ മഫ്ഊലു ഫീഹി എന്നും അറിയപ്പെടുന്നു. മഫ്ഊലു ഫീഹി എന്നും ഇവക്ക് പേരുണ്ട്. Thanks for watching my videos. See me with the next video. أخوكم الكريم شهيد محسن.